ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ അമ്മായി ട്ടോ. അമ്മായി നമ്മുടെ വീഡിയോക്ക് എല്ലാവരോടും സ്വാഗതം പറയും. അമ്മായിക്ക് പറയാൻ കിട്ടില്ല ഗൈസ്, കിട്ടണില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ വീഡിയോ എടുക്കാനൊക്കെ വൈകിട്ടോ, കാരണം പണിയൊക്കെ മുക്കാലും ആയിട്ടാട്ടോ ഒന്ന് ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തത്. അതാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇന്ന് ചെറിയ മഴ പണിക്ക് പോയിട്ടില്ല. നല്ല മഴ ദിവസമാട്ടോ, നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒന്ന് ചെറിയ മഴയ്ക്ക് പണിക്ക് പോവായ എന്ന് പണിയെടുപ്പിക്കൂല അവര്. പിന്നെ ചെറിയമ്മായിയുടെ കൈ തലേ ദിവസം ഞങ്ങൾ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ചെണ്ടപ്പുഴുക്ക് പുഴുങ്ങാ പറഞ്ഞിട്ട് അത് കൊത്തിയരിയണ സമയത്ത് അമ്മായിയുടെ കൈ മുറിഞ്ഞു. അപ്പം ആ ഒരു നഖത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കഷ്ണം പോലെ മുറിഞ്ഞിതായിരിക്കുന്നു കേട്ടോ. അപ്പം അതിന് ഇന്ന് ഡോക്ടറെയും പോയി കാണാം. ഇനി ടി അടിക്കുക, ഇരുമ്പ് തട്ടിയതല്ലേ, അപ്പോൾ ഒരു ടി അടിച്ച ഒരു സമാധാനമായാലോ. അപ്പം ഇന്ന് ഡോക്ടറെയും പോയി കണ്ടിട്ട് വന്നിട്ട് ഇരിക്കുക കേട്ടോ. ചെറിയമ്മായി അമ്മയുണ്ട് അവിടെ, കുട്ടീനെയും കളിപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. രാജശേട്ടൻ പോകാനൊക്കെ പുറപ്പെട്ടിരിക്കുന്നു കേട്ടോ. പണിക്കാരുടെ ഓട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുളിച്ച് റെഡി ആയിരിക്കുന്നു കേട്ടോ. ആ സമയത്താണ് വലിയമ്മായി പിന്നെ ചേമ്പും ഇന്നലെ മേടിച്ച കപ്പയുടെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടിയിട്ട്, അതായത് ചേമ്പിൻ്റെ തണ്ടും പൂളയും കൂടിയിട്ട് കറി വെക്കാന്ന് പറഞ്ഞു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ അധികം ഈ പൂളങ്ങനെ കറി വെച്ചിട്ട് അങ്ങനെ കടുകൊക്കെ വറുത്തിട്ട് താളിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല രുചിയാണ്. അപ്പം കഞ്ഞിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ. അപ്പം അങ്ങനെ ചൂടുള്ള കഞ്ഞി ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് നല്ല ടേസ്റ്റാട്ടോ കഞ്ഞിയും അതുപോലെ ഈ കപ്പക്കൂട്ടാനൊക്കെ കൂട്ടാനേ. അപ്പം അമ്മായി ഇന്നപ്പം ഇന്ന് കറിക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുക. തൊടിയിൽ തന്നെ കുറച്ച് ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ കുട്ടിക്കുള്ള കോറയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചു. അവളെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി അവളെ കുളിപ്പിച്ച് വന്ന് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കി കിടത്തിയിട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു പണിക്കും സമ്മതിക്കില്ല. ആ സമയം കൊണ്ട് അമ്മായി വെള്ളമെടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടിരിക്കണു. പിന്നെ പൂളയുടെയും ചേമ്പും തണ്ടും ഒക്കെ നുറുക്കി എല്ലാതും അടുപ്പത്തും വെച്ചു കേട്ടോ. അപ്പം അമ്മായി നുറുക്കുമ്പോൾ തന്നെ പറഞ്ഞു, കുട്ടി എന്ന് നമ്മൾ കറി വയ്ക്കണതൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ. ഇനി പൂള നുറുക്കിയത് എടുക്കണം, അതുപോലെ ചേമ്പും തണ്ട് നുറുക്കിയത് എടുക്കണം, പിന്നെ അടുപ്പത്ത് വെച്ചതും തളച്ചതൊക്കെ ഒന്ന് എടുത്തോട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ധോനി ബേബിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ വന്നിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക. അപ്പോഴും മഴ തോർന്നിട്ടില്ല കേട്ടോ, നല്ല മഴയാണ്. ഈ മഴ കാലം കണ്ട് വരുമ്പോൾ ഭയങ്കര നമുക്ക് എന്താ പറയുക, മറക്കാൻ പറ്റാത്ത കുറേ സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മയ്ക്കൊന്നും പണിയില്ലാതെ, പണിക്ക് പോകാൻ പറ്റാതെ, അത് കൂലിയും കുറവല്ലേ. ഞങ്ങളാണെങ്കിൽ ചെറിയ കുട്ടികളും കേട്ടോ. അപ്പോൾ പണിക്ക് പോകാനും പറ്റില്ല. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ നാഴിയേരിയൊക്കെ പോയി ചോദിക്കും. ചിലപ്പോൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവിടത്തെയും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ എന്നിട്ട് പിന്നെ ചക്കക്കുരൊക്കെ പുഴുങ്ങിത്തരും ഞങ്ങൾക്ക്. ചക്കയുടെ കുരു അത് പുഴുങ്ങിത്തരും. ഞങ്ങളിങ്ങനെ 3 എണ്ണം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ. അപ്പോൾ അതൊന്ന് ഷെഡ് ഇടാട്ടോ, ഇങ്ങനെ ആലയൊക്കെ കെട്ടിയിട്ട് മണ്ണും ചളിയും അതേപോലെ ഇങ്ങനെ വെള്ളമൊക്കെ അകത്തേക്ക് കയറി. പാടത്തായിരുന്നു വീട്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് അമ്മ അതൊക്കെ പുഴുങ്ങി തരും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവും. കഞ്ഞിക്ക് ഇതുപോലെ ഇങ്ങനെ കപ്പേ അല്ലെങ്കിൽ നല്ല ചേമ്പും തണ്ടോ ചേനത്തോരനോ അങ്ങനെയൊക്കെ കേട്ടോ വെച്ച് തരും അന്നൊക്കെ. അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അരിമുളകൊക്കെ തൊടിയിലുണ്ടാവും. അപ്പോൾ അരിമുളകൊക്കെ പറിച്ചിട്ടൊരു ചമ്മന്തി അരച്ച് തരും ഞങ്ങൾക്ക്. അപ്പം ഇന്ന് ചെറിയമ്മായി ഉള്ളതുകൊണ്ട് ചെറിയമ്മായിയുടെ സ്പെഷ്യൽ ഇന്ന് ചക്കപ്പം ഉണ്ട് കേട്ടോ. അപ്പം എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ ഇഡ്ഡലി പാത്രത്തിലാട്ട ഉണ്ടാക്കണത്. അപ്പോൾ ഇന്ന് അതിന് ഇലയൊക്കെ പറിക്കാൻ അങ്ങനത്തെ ഇല ഇവിടെ ഇല്ലേനു കേട്ടോ. കുഴിയപ്പൊക്കെ ഉണ്ടാക്കണ പോലത്തെ അങ്ങനത്തെ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇലയൊന്നും ഇവിടെ ഇല്ല താനും. പിന്നെ വാഴയുടെ ഇലയൊക്കെ പറിച്ചിട്ട് വരാൻ നല്ല മഴയാണ്. അപ്പോൾ തലേ ദിവസം കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പഴുത്ത ചക്ക, ചെറിയൊരു ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അത് എല്ലാം വേവിച്ച് വലിയമ്മായി വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജേട്ടനോട് ഒരു പാക്കറ്റ് പൊടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് എല്ലാം വറുത്ത് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ബെല്ലൊക്കെ ഉരുക്കി ഒഴിച്ച് എല്ലാം റെഡിയാക്കി ചെറിയമ്മായി അത് ഇതാക്കി തന്നിട്ട് ഞാൻ പിന്നെ വേഗം അത് അടുപ്പത്തൊക്കെ വെച്ചു. ഒരടുപ്പത്ത് അമ്മായി പിന്നെ ചോറും അടുപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേമ്പും തണ്ടും അതേപോലെ പൂളയുടെ ഇതൊക്കെ കറിയൊക്കെ ആയിരിക്കുന്നു കേട്ടോ. നല്ല വിശപ്പ്. എന്നിട്ട് പിന്നെ ഞാനും ചോറുണ്ടു. തലേ ദിവസം കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ, അത് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ഞങ്ങൾക്ക് രാവിലെ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഉണ്ടാകും. രാവിലെ കടിയൊന്നും ഉണ്ടാക്കാത്തതല്ലേ, ചായക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ
ഞങ്ങൾ അധികം ചോറുണ്ടെങ്കിൽ അതന്നെയായിട്ടോ കഞ്ഞിയായിട്ട് കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തലേസത്തെ കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൂടാക്കിയിട്ട് അങ്ങനെയായിട്ടോ കഴിക്കാറ്. പിന്നെ ഞാനും ചെറിയമ്മായി കഞ്ഞിയായിട്ടോ കുടിച്ചപ്പോഴും ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് ചോറും ഈ കപ്പക്കൂട്ടാനും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചുവിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ രാശേട്ടനും ഇവിടെ അവരൊന്നും കൂട്ടില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ കൂട്ടുള്ളൂ. അമ്മമാരും അമ്മയായിരുന്നു കുറച്ച് കറിയൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചു. ഇന്ന് നേരത്തെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ, ഒരു 12:30 ആയപ്പോഴത്തേന് കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഒരു തരം കറിയും കൂടി വെക്കാനുണ്ട്. അത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവരും ഈ കറിയൊന്നും കൂട്ടില്ലല്ലോ ഏട്ടന്മാർ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു കുമ്പളങ്ങയും 2 ഉരുളൻകിഴങ്ങും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എന്തായാലും ചെറിയൊരു ചാറും വെക്കണം, അല്ലെങ്കിൽ ഇനി അവർക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇനി അത് വെക്കണം. അപ്പോൾ ചോറ് കേട്ടോ നല്ല വെന്ത് പതിരിക്കണം. എന്നിട്ട് ഞാൻ അമ്മായിയോട് ചോദിച്ചു എന്തെന്നിപ്പോൾ അളവ് മാറിപ്പോയോ എന്നൊക്കെ ചോദിച്ചു അമ്മായിയോട്. ഇല്ല, അപ്പോൾ നല്ല പൊലി കുത്തി വന്നിട്ടുണ്ടായിരുന്ന ചോറ്. അപ്പോൾ ഞാനതിങ്ങനെ ആ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റിയിടുമായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ ചെറിയമ്മായിക്ക് കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയമ്മായി അതിന് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് തെക്കിയെടുത്ത് കുറച്ച് കഞ്ഞി ഊറ്റിയെടുത്തു കേട്ടോ, വെച്ച കഞ്ഞി അത് ഊറ്റിയെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നെ വാർത്ത് വെച്ചത്. ഞാൻ നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറ്. അപ്പോൾ ഞാനിന്ന് ഒന്നുകൂടി വേവട്ടെ എന്നൊക്കെ പറഞ്ഞു, അമ്മായിനോട് പറഞ്ഞു ഒന്നുകൂടി വേവട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ റെഡിയാക്കി വെക്കുക ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. പിന്നെ അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവർ നമുക്ക് വേണ്ടിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മുടെ ചാനൽ സബ് ചെയ്തു, അതേപോലെ തന്നെ നമുക്ക് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഓരോരോ തിരക്കുകൾ കാരണം രാവിലെ വീഡിയോ എടുത്ത് തരാനൊക്കെ ചിലപ്പോൾ ഏട്ടനും നേരത്തെയൊക്കെ പുലർച്ചെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഒരിക്കലും എവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സപ്പോർട്ടും നമുക്ക് ഇനിയും വേണം. പിന്നെ നമ്മുടെ പുതിയതായിട്ടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ആരും സബ് ചെയ്യാതെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഇൻട്രസ്റ്റിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിന് മെനക്കെട്ട് ഇറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെനക്കെട്ടെന്നല്ല, അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ എപ്പോഴും വീഡിയോസ് ഇടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ നോക്കേണ്ട കാര്യവും പിന്നെ അവളെ ഒന്ന് എടുക്കാനോ ഇവരൊക്കെ എടുക്കും. പക്ഷെ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും നമ്മൾ ഓടി വരണ്ടേ അവള്. അപ്പം നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മളെല്ലാവരിലും നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പറയാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഡേ ഇൻ മൈ ലൈഫിൽ നമ്മളിപ്പോൾ നിത്യം ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് അതൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. പിന്നെ നമ്മുടെ പാചകങ്ങളൊക്കെ ആയിട്ടോ കുഞ്ഞു സാധാ നമ്മുടെ ഒരു എന്താ പറയുക നാടൻ കറികളൊക്കെ വെച്ചിട്ട്, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെക്കാറുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കേട്ടോ നാടൻ കറികളൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാറ്. അപ്പം അമ്മായി ഇതാ ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അമ്മായി ചോറുണ്ണാണ്. അപ്പോൾ കുറച്ച് വൈകി കഴിക്കാനൊക്കെ. അപ്പോൾ പിന്നെ അടുത്തൊരു കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഏട്ടന്മാർക്കുള്ള ഭക്ഷണത്തിനുള്ള കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കല്ലുപ്പ് ഇടാൻ പറഞ്ഞ അമ്മായി, കല്ലുപ്പ് അവിടെ ഉള്ളത് കേട്ടോ. പൊടിപ്പുണ്ട്, അത് അവിടെ അപ്പുറത്ത് ഗ്യാസൊക്കെ വെച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കല്ലുപ്പിൻ്റെ അളവ് അറിയില്ല. അപ്പോൾ ഞാൻ അമ്മായിനോട് ചോദിച്ചത് അത് എത്ര വേണം അമ്മായി എന്നൊക്കെ കേട്ടോ. അപ്പോൾ അമ്മായി പറഞ്ഞു കുറച്ചിട്ടാൽ മതി, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിപ്പ് ഇടാലോ, കഷ്ണത്തിൽ പിടിക്കാനുള്ളത് മാത്രം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് അമ്മായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മായിനെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടായിരുന്നു. അവരോടൊക്കെ അമ്മായിയോട് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മായിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ അമ്മായി പറഞ്ഞു അവരൊക്കെ എവിടെയുള്ള ആളുകളാണെന്ന് ചോദിക്കണം കേട്ടോ, ഇനി വീഡിയോയിൽ പറയണേ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോരുത്തരും ചോദിക്കും എവിടെയുള്ള ആളുകളാണ് ചോദിച്ചത്, പറഞ്ഞത്, എന്നെ അന്വേഷിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മായി ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയുന്നവരുടെയൊക്കെ ആ നാട് എവിടെയാണെന്നൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി അവരുടെയൊക്കെ പേരും വീട് എവിടെയെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ എന്നൊക്കെ പറയും അമ്മായി. അപ്പോൾ നമ്മുടെ
കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും അസുഖങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗം, നമ്മൾ ഡെയിലി ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ചെറിയ മോളാണ്, പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ ഒരു കാരണം കേട്ടോ. പിന്നെ നമ്മുടെ അങ്ങനെ സാമ്പാർ പറയുന്നത്, നമ്മൾ തേങ്ങ അരച്ചേക്കണൊക്കെ സാമ്പാറാന്ന് പറയും. അപ്പോൾ ചെറിയമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ആയി. അതിനിടയ്ക്ക് ഏട്ടനും വന്നു കേട്ടോ. കറിയൊക്കെ ആയി. പിന്നെ ഏട്ടന് ഞാൻ വേഗം പിന്നെ ഒരു കോഴിമുട്ടയും പൊരിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഏട്ടന് ഭക്ഷണം കൊടുത്ത്, പിന്നെ എന്താണെന്നറിയോ, ഏട്ടൻ ഇന്ന് വണ്ടി നേരാക്കാൻ പോയിരിക്കായിരുന്നു. വണ്ടിക്ക് എന്തോ കേടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ന് ഓടാനൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വിഷമത്തിലൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ധോനി ബേബി എണീറ്റുട്ടോ അപ്പോഴത്തിന്.